അസ്സലാമലൈക്കും. അപ്പോൾ മക്കളെ, നമ്മളെ വീഡിയോ ഇന്നലെയും മിഞ്ഞാന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ലേഹ്യം വാങ്ങുന്നവർക്ക് ലേഹത്തിൻ്റെ ബാക്കി വീഡിയോ വേണ്ടി വരും. കുറേ ആൾക്കാർ ഡ്രൈവിംഗ് വീഡിയോ ഇടാൻ പറഞ്ഞു, അത് നമ്മൾ ഇടും കേട്ടോ. അടുത്തിടണ്ട്. അപ്പോൾ അതുവരെ ഇതൊന്ന് കണ്ടോളിയും. ലേഹം വാങ്ങണവരും വാങ്ങാത്തവരൊക്കെ ഒന്ന് കണ്ടോളിയും. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് നമ്മളെ കഷായം കേട്ടോ. കഷായമല്ല, ആടിൻ്റെ സൂപ്പാണ് ആദ്യം ഒഴിച്ചു കൊടുത്ത്. പിന്നെ രണ്ടാമതാണ് നമ്മളെ കഷായം കേട്ടോ. അതിലെല്ലാം മരുന്നും ഉണ്ട്. നല്ല ഈ രണ്ട് സാധനം നല്ലോണം വെന്ത് ആ കഷായത്തിൻ്റെ കളറൊക്കെ തീമൊക്കെ പച്ചവെള്ളം പോലെ ആയിക്കാരം, പിന്നെ കറുത്ത കളർ ആയിക്കാരം കേട്ടോ. പിന്നെ നമ്മൾ ഈത്തപ്പായം വേവിച്ച് കണ്ട് തന്നെ ഇടണം കേട്ടോ. എന്താ വെച്ചാൽ ഉള്ളിയും ഈത്തപ്പായൊക്കെ അത്രയും മണിക്കൂർ നമ്മളത് വേവിച്ചതാണ്. ശരിക്കത് പിന്നെ വേവിച്ച് കണ്ടിടൊന്നും വേണ്ട, അതിൽ അങ്ങനെ ഇട്ടാൽ വേവൊക്കെ ചെയ്യും. പക്ഷെ കേടരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വേവിച്ച് കണ്ടാണ് ഇടുന്നത് കേട്ടോ. ഇതിക്ക് കെമിക്കൽ ഒഴിച്ചിട്ടൊക്കെ വർഷങ്ങളോളം വെക്കും കേട്ടോ വൈദ്യപ്പീടിയിലൊക്കെ. പക്ഷേ നമുക്ക് വെക്കണില്ല. നമുക്ക് ആ കെമിക്കൽ ഒഴിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര നാച്ചുറലായിട്ട് ഉണ്ടാക്കണതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഓർഡറും കാര്യമൊക്കെ വരുന്നത്. അപ്പോൾ കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വാങ്ങണവർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അടിയിലേക്കാരം എണ്ണയും നെയ്യും ഊറിയിട്ടുണ്ടാവുക. അപ്പോൾ ആ എണ്ണ മേലേക്ക് വന്നിട്ടില്ലെങ്കിൽ ആ മേലഭാഗം പൂക്കും. അപ്പോൾ അല്ലെങ്കിൽ കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിച്ച് വെക്കുക, അല്ലെങ്കിലോ ഫ്രിഡ്ജിൻ്റെ അടിയത്തെ ഡോറിൽ വെക്കുക. തിന്നാനെടുക്കുകയാണെങ്കിലും ലേഹ്യം തന്നെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെങ്ങാണ്ട് എടുക്കുക. അല്ലെങ്കിൽ മേലെ ഭാഗത്താണ് ഇത് പൂപ്പിൽ വരിക. കാരണം മേലെ എണ്ണയൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറയണത്. പിന്നെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ പച്ചല മരുന്നുകളാണ് കേട്ടോ. അതിൽ നമ്മളെ വേദനയ്ക്കുള്ള മരുന്നിൻ്റെ നീരുണ്ട്, അതേപോലെ തന്നെ നീർക്കെട്ടിനുള്ള നീരുണ്ട്. അങ്ങനത്തെ നീരുകളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതേമാതിരി കഞ്ഞിക്കൂർക്കൽ, തുളസി അങ്ങനത്തെ നീരുകളുണ്ട് കേട്ടോ. പിന്നെ വീഡിയോക്ക് എൻ്റെ മുന്നിൽ ആരും തന്നെ ഈ ഒരു ചെമ്പട്ടിമ്മ പൊടിച്ചാൻ വരുന്നില്ല. ഇച്ചാണെങ്കിലോ ഒറ്റക്ക് പൊന്തണമില്ല കേട്ടോ. ഉള്ളിയും ഉലുവയും വേവിച്ചതാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ നമ്മൾ മുതലാളിനോട് തന്നെയാണ് വിളിച്ചിക്കുക, കുഞ്ഞാവെ ഒന്നിന് വന്നാറിന് കണ്ടേ. അപ്പോൾ മൂപ്പരായ്മ താങ്ങി പിടിച്ചൊന്നും കണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അവന് പൊലിവായിക്കണത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിക്ക് വേണ്ട മരുന്നുകളാണ് കേട്ടോ. ഇത്രയും സാധനം ഞാൻ കാണിച്ചു തന്നാലും കാണിച്ചു തരാതെ കൊടുന്നിട്ട കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ അതിൽ താങ്ങി പിടിച്ചങ്ങാണ്ട് കൊടുന്നിട്ടിക്കണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് അതിൽ വേണ്ട മരുന്നുകളും രഹസ്യ കൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെപ്പാടെ ഞങ്ങളോട് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇതിലൊരുപാട് മരുന്നുകളും പൊടികളും നമ്മളുണ്ടാക്കി ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെല്ലാം വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലേ. ആ സാധനങ്ങളൊക്കെ ഇതിക്ക് കൊടുന്ന് ചെരിഞ്ഞിക്കണം കേട്ടോ. മില്ലിൽ പൊടിച്ച പൊടികളുണ്ട്, ഉരലിലിട്ട് ചതച്ച് പീഞ്ഞ പിന്നെ സാധനങ്ങളുണ്ട്, അതേപോലെ അമ്മിമട്ട് അരച്ചരച്ച് പിന്നെ ഇട്ട സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മാസത്തെ കമൻറ്റ് ആരാണ് ടോപ്പർ എന്ന് അറിയണ്ടേ, അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ആൾ വാട്സപ്പിൽ വന്നോളി കേട്ടോ. എല്ലാവർക്കും കിട്ടും കേട്ടില്ലേ ഗിഫ്റ്റ് പറഞ്ഞാൽ മാസത്തിൽ ഒരു ദിവസം ഒരു ആട്ടിലേക്കോ നട്സ് ലേക്കോ ഏതാണ് നമ്മുടെ അടുത്തുള്ളത് അത് നമ്മൾ അയച്ചു തരും കേട്ടോ. അപ്പം നിങ്ങളൊന്നും ചെയ്യാല്ല മക്കളെ, കമൻറ്റ് ഇട്ട് വേറൊന്നുമില്ല. കമൻറ്റ് നല്ല ടോപ്പ് കമൻറ്റ് തന്നെ ഇട്ടുള്ളൂ. അപ്പോൾ എന്നും കമൻറ്റ് ഇടുന്ന പോലെ തിരഞ്ഞെടുത്തിട്ടാണ് കേട്ടോ. എന്നത്തെ കമൻറ്റ് ടോപ്പ് കമൻറ്റ് പറഞ്ഞാൽ ലെങ്ത് ആയിട്ട് പച്ച മലയാളത്തിലാണ് എഴുതിയിട്ടോളി. അതിൻ്റെ വേറൊന്നും പറയാല്ല. അത് ദിവസം ഇടും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് തിരഞ്ഞെടുക്കണേ. പിന്നെ നമ്മൾ നല്ലെണ്ണ കുപ്പിയാണ് കേട്ടോ ഈ ഒഴിച്ചെടുക്കണേ. നല്ല നാടൻ നല്ലെണ്ണ കേട്ടോ, എള്ളാട്ടി എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ മാക്സിമം മക്കനൊക്കെ കുത്തി വെച്ചിട്ട് എങ്ങനെ ഇത് ഇളക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റക്കും നല്ലിട്ട് ഇളക്കാൻ വേറെ ആൾക്കാരുണ്ട്. പിന്നെ ഈ മാക്സി ഇട്ട് കാണ്ടും ഇങ്ങനെ പിന്നെ ഇതാക്കി കാണ്ട് ഒന്നും മക്കനിട്ട് കാണ്ട് ഒന്നും ലേഹി ഇളക്കി ഇളകൂല കേട്ടോ. അതാ മാക്സിയൊക്കെ മാടി കുത്തിങ്ങാണ്ട് മക്കനൊക്കെ ബാക്കൊക്കെ കിട്ടിങ്ങാണ്ട് പിന്നെ ഒരു 1.5 ഇളക്കല് മണിക്കൂർ കണക്കിന് ഇളകി തന്നെ വേണം കേട്ടോ. എന്നാലേ ലേഹി ആവുള്ളൂ. നേരം വെളുക്കോളം എന്നറിയണ മാതിരി ഇളക്കി തന്നെ വേണം കേട്ടോ. അപ്പോൾ നാടൻ നെയ്യും നാടൻ നല്ലെണ്ണയും നല്ല നല്ല സാധനങ്ങളും ചേർത്ത് ഒരുപാട് ഐറ്റം സാധനങ്ങളും ചേർത്തിട്ട് ഞാൻ ദിവസങ്ങളോളം പിന്നെ പണിയെടുത്ത് തയ്യാറാക്കിയ അട്ലേഹാണ്. ഒരു കെമിക്കലും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഓർഡർ അതിൻ്റെ ശേഷമാണ് നമ്മൾ വിരകണത്. അപ്പോൾ കുറച്ച് ഓർഡർ എടുത്ത് അതിൻ്റെ ശേഷം വിരകിയാലും പിന്നെ കുറച്ച് ആൾക്കും കൂടി നമുക്ക് കൊടുക്കാനുണ്ടാവും സാധനം. അപ്പോൾ എന്നും ചോദിച്ചാൽ ഉണ്ടാവില്ല, പക്ഷേ വിരകി ഉടനെ തന്നെ ചോദിച്ചാണെങ്കിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പിൽ വന്നോളും. പിന്നെ കുറച്ച് കജണ്ടി വരും, അടുത്ത ഓർഡർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി കേട്ടോ. ഇനി ആട്ടിലേഹ്യം വിരകണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇനി അടുത്ത ബാച്ച് വിരകണത് നട്സിൻ്റെ ലേഹ്യമാണ്. നട്സിൻ്റെ ലേഹ്യം വിരകി കുറച്ച് കഴിഞ്ഞിട്ടാണ് ആട്ടിൻ്റെ ലേഹ്യം വിരകുക. അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചട്ടോ. ഇപ്പോൾ ഒരു ബാച്ച് ആട് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാച്ച് നട്സാണ്. അങ്ങനെയാണ് വിരകണത്. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ നമ്മളെ വീഡിയോ പ്രസവിച്ച് ഇറക്കണവർക്കും ജിമ്മിന് പോണവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ വയസ്സായ അമ്മമാർക്കൊക്കെ നല്ല ഉപകാരമുണ്ട് കേട്ടോ. അത് വയസ്സായ അമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ. അപ്പോൾ ലാസ്റ്റ് തേന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഇളക്കൽ കാണുന്നത്. അപ്പോൾ അതോ ഇന്നൊക്കെ പോകാനുള്ള ഓർഡറുകൾ ഒക്കെ കുപ്പിയിലാക്കി ഫുള്ളങ്ങോട്ട് ബോട്ടിലാക്കി വെച്ചിട്ടില്ല. പിന്നെ കുറച്ചാണ് ബോട്ടിലാക്കി ഇങ്ങോട്ട് അയക്കാതെ അത് അയച്ചിക്കാണ്.
അർജൻറ്റ് ഇല്ലവർക്കൊക്കെ ഗൾഫിൽ പോണവരൊക്കെ ഉണ്ട്. ഗൾഫിക്കൊക്കെ ആൾ പോണതിന് മുമ്പ് പറഞ്ഞാണ്ട് ഇങ്ങനെ പിന്നെ ആയില്ലേന്ന് ചോദിച്ചു. നമ്മൾ ആദ്യം പൈസ മേടിച്ച് വെച്ചാൽ അപ്പോൾ ഗൾഫുകാർക്കൊക്കെ ഉള്ളത് സാധനം വിട്ടിട്ടോ. പിന്നെ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടൂല, ഒരാഴ്ച പിടിക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പിൻകോഡ് മാറുകയാണെങ്കിൽ അതിങ്ങനെ കറങ്ങി എന്നാലും നിങ്ങളെ വീട്ടിൽ തന്നെ സാധനം കിട്ടും, പക്ഷേ ഒന്ന് കറങ്ങും കേട്ടോ. അപ്പോൾ പെരുന്നാൾ ഗിഫ്റ്റ് കൊടുത്ത ഒരാൾക്ക് കിട്ടാൻ വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടോളിയും. അതേമാതിരി തന്നെ നമ്മളെ ലേഖ്യത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ഇട്ടോളിയും. അപ്പോൾ കമൻറ്റിന് സമ്മാനമുണ്ട്. ചുവന്ന അടപ്പും ചുവന്ന സ്റ്റിക്കറുമാണ് നമ്മളെ നട്സിൻ്റെ ലേഹ്യം. പച്ച സ്റ്റിക്കറും പച്ച അടപ്പുമാണ് ആടിൻ്റെ ലേഹ്യം കേട്ടോ. അപ്പം മാറാനൊന്നുമില്ല, അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ എന്താണ്, പിന്നെ TTDC അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, 2 ദിവസം കൊണ്ട് കിട്ടും സാധനം. പക്ഷേ നമ്മൾ പോയി വാങ്ങിക്കൊണ്ടേണ്ടി വരും. അപ്പോൾ വീട്ടിലെ ആളില്ലാത്തവർക്ക് സുഖം പോസ്റ്റ്മാൻ കൊടുന്നേരൽ തന്നെയാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കിട്ടിയിട്ടില്ല അങ്ങനെ പിന്നെ വോയിസ് വരുന്നുണ്ട്, കിട്ടും കേട്ടോ. എന്താണ് പിൻകോഡൊക്കെ നിങ്ങൾ കറക്റ്റ് വെക്കണം. പോസ്റ്റ് ആണെങ്കിൽ പിൻകോഡ് കറക്റ്റ് വെക്കണം. പിന്നെ TTDC അയക്കണമെങ്കിൽ 2 നമ്പർ കേട്ടോ, ഫോൺ നമ്പർ അതും നിങ്ങൾ കറക്റ്റ് വെക്കൊണ്ടു, വിളിച്ചാൽ കിട്ടണ നമ്പർ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.